അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ നിസായിലെ ചില ആയത്തുകളെ മുൻനിർത്തി ഇസ്ലാമിക നിയമം മനസ്സിലാക്കുന്നതിനെക്കുറിച്ചും പ്രയോഗവൽക്കരിക്കുന്നതിനെക്കുറിച്ചും ചില സംഗതികൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്നത്തെ ഖുർആൻ ടോക്കിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദാനി യഅ്തിയാനിഹാ മിൻകും ഫആദൂഹുമാ ഫഇൻ താബാ വഅസ്ലഹാ ഫഅരിളു അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം വകാനല്ലാഹു അലീമൻ ഹക്കീമ. സദഖല്ലാഹുൽ അലിയുൽ അലീം. വല്ലദാനി യഅ്തിയാനിഹാ മിൻകും ഫആദൂഹുമ, നിങ്ങളിൽ നിന്ന് അത് ചെയ്യുന്ന രണ്ടുപേരെ. അത് ചെയ്യുന്ന രണ്ടുപേർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറയുന്നത് വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ഫാഹിഷത്ത് ചെയ്യുന്നവർ. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെടുന്ന മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ അൽ ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമാണ്. അപ്പോൾ നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് വ്യഭിചാരത്തിലേർപ്പെടുന്നവർ ഫസ്തഷ്ഹിദു അലൈഹിന്ന അർബഅത്തം മിൻകും, അവർക്കെതിരിൽ നിങ്ങളിൽ നിന്നുള്ള 4 സാക്ഷികളെ നിങ്ങൾ കൊണ്ടുവരും. ഫസ്തഷ്ഹിദു അലൈഹിന്ന, അവർക്കെതിരിൽ നിങ്ങൾ സാക്ഷികളെ കൊണ്ടുവരും. അർബഅത്തം മിൻകും, നിങ്ങളിൽ നിന്നുള്ള 4 പേരെ. ഇൻ ഷഹിദു, അവർ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ, അവർക്കെതിരെ അവർ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ ഫംസിക്കുഹുന്ന ഫിൽ ബുയൂത്ത്, അവരെ നിങ്ങൾ വീടുകളിൽ കൺഫൈൻ ചെയ്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. ഏതുവരെ? ഹത്താ യതവഫാവുന്നൽ മൗത്തു, മരണം അവരെ പിടികൂടുന്നത് വരെ. ഔ യജഅലല്ലാഹു ലഹുന്ന സബീല, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു മറ്റൊരു മാർഗം ഉണ്ടാക്കുന്നത് വരെ. മറ്റൊരു മാർഗം കൊണ്ട് ഉദ്ദേശിച്ചത് യഅനി ഔ യജഅലല്ലാഹു ലഹുന്ന മഖ്റജൻ വ തരീഖൻ ഇല നജാത്തി മിമ്മാ അതൈന ബിഹി മിനൽ ഫാഹിഷ, അള്ളാഹു അവർക്ക് ഒരു മഖ്റജ്, ഒരു വേ ഔട്ട്, വ തരീഖൻ ഇല നജാത്ത്, നജാത്തിലേക്കുള്ള ഒരു മാർഗം, മിമ്മാ അതൈന ബിഹി മിനൽ ഫാഹിഷ, അവർ ചെയ്ത മ്ലേച്ഛമായ വ്യഭിചാരത്തിൽ നിന്ന് അവർക്ക് വിടുതി കിട്ടുന്ന രീതിയിലുള്ള ഒരു മാർഗം അള്ളാഹു പ്രപ്പോസ് ചെയ്യുന്നത് വരെ. ഈ ആയത്തിന് ശേഷമാണ് വലദാനി യഅ്തിയാനിഹാ മിൻകും എന്ന ആയത്ത് വരുന്നത്. നിങ്ങളിൽ നിന്ന് അത് ചെയ്യുന്ന 2 പേർ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്ന 2 പേർ. ഇവിടെ വിവാഹിതരായ ആണിനെയും അവിവാഹിതരായ ആണിനെയുമാണ് ഉദ്ദേശിച്ചുകൊണ്ട് വല്ലദാനി എന്ന് പറഞ്ഞ 2 പേർ എന്ന് പറഞ്ഞത് എന്ന അഭിപ്രായവും, അതല്ല വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും കുറിക്കാനാണ് അങ്ങനെ പറഞ്ഞത് എന്ന അഭിപ്രായവും ഉണ്ട്. മൂന്നാമത്തെ ഒരു അഭിപ്രായം കൂടിയുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗികതയിൽ ഏർപ്പെടുന്ന 2 ആണുങ്ങളെ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന മറ്റൊരു അഭിപ്രായമുണ്ട്. നിങ്ങളിൽ നിന്ന് അത് ചെയ്യുന്ന 2 പേരെ, വല്ലദാനി യഅ്തിയാനിഹാ മിൻകും ഫആദൂഹുമ, അവരെ നിങ്ങൾ പീഡിപ്പിക്കണം. ഈദാ എന്ന് പറഞ്ഞാൽ അൽ ഈലാമു ഗൈറു ഷദീദ്, അത്ര സിവിയർ അല്ലാത്ത രീതിയിലുള്ള വേദനിപ്പിക്കലാണ്. ബിൽ ഫിഅലി കല്ലർബ്, അത് അടി പോലെയുള്ള പ്രവൃത്തി കൊണ്ടുള്ള വേദനയാക്കലാണ്. അതുതന്നെ വൽ ഈലാമു ബിൽ ഖൗലി മിന ശത്മി വ തൗബീഖ്, വാക്കുകൾ കൊണ്ടുള്ള വേദനിപ്പിക്കലുമാകാം. ടങ് ലാഷിംഗ് എന്നൊക്കെ പറയുന്ന, നമ്മൾ സ്കോൾഡിങ്, ചീത്ത പറയലും ടങ് ലാഷിംഗ് ഒക്കെ പോലെയുള്ള സംഗതികളാണ്. വഹുവ അഅമ്മു മിനൽ ജൽദ്, അത് ചാട്ടവാറടിയേക്കാൾ കുറച്ചുകൂടെ ജനറലായിട്ടുള്ള സംഗതിയാണ് എന്ന് പറയുന്നു. വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഇസ്ലാമിക ശരീഅത്തിൽ ഈ ആയത്തുകളിൽ പറയുന്നതല്ല. ഇബ്നു അത്തിയ റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, അജ്മഅൽ ഉലമാഉ, ഉലമാക്കൾ ഏകാഭിപ്രായമുള്ളവരാണ്, അഥവാ അവർ അഗ്രീഡ്, സ്കോളേഴ്സ് ഹാവ് അഗ്രീഡ് അല അന്ന ഹാത്തൈനിൽ ആയത്തൈനി മൻസൂഖത്താനി, ഈ 2 ആയത്തുകളും അബ്രഗേറ്റഡ് ആണ്, മൻസൂഖാണ്. മൻസൂഖത്താനി ബി ആയത്തിൽ ജൽദി ഫി സൂറത്തിൻ നൂർ, സൂറത്തുൻ നൂറിൽ 100 അടി അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആയത്തിനാൽ ഇത് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൂറ നൂറിൽ പറയുന്നത് അസാനിയത്തു വസാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിയത്ത ജൽദ, എല്ലാ വ്യഭിചരിക്കുന്ന ആണിനെയും വ്യഭിചരിക്കുന്ന പെണ്ണിനെയും, വ്യഭിചാരിയായ ആണിനെയും പെണ്ണിനെയും ഫജ്ലിദു കുല്ല വാഹിദി മിൻഹും, അവരെ 2 ആളിലെയും ഓരോരുത്തരെയും മിയത്ത ജൽദ 100 അടി അടിക്കണം. ഫജ്ലിദു, അവരടിക്കണം 100 അടി. 100 ചാട്ടവാറടിയാണ് അവിടെ പറയുന്ന നിയമം, ശിക്ഷ.
അപ്പോൾ അതാണ് പ്രാബല്യത്തിലുള്ളതെന്നും ഈ ആയത്തിൽ പറയുന്ന നിയമം പ്രാബല്യത്തിലില്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പ്രാബല്യത്തിലില്ലാത്ത നിയമത്തിൻ്റെ ആ ആയത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചിലപ്പോൾ തോന്നും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ എല്ലാ കൽപ്പനകൾക്കും ലീഗൽ ഇമ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. എല്ലാം ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതല്ല. പല ഹിക്മത്തുകളും അത് നമുക്ക് നൽകും, പലതിലേക്കും നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പം എല്ലാ കൽപ്പനകളും ലീഗൽ ഇമ്പോർട്ടുള്ളതല്ല. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിൽ നിന്ന് നിയമം പഠിപ്പിച്ചു തരേണ്ടത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിൻ്റെ ഉത്തരവാദിത്തമാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് നിയമം പഠിപ്പിച്ചു തരിക എന്നുള്ളത്. യുഅല്ലിമുഹുമുൽ കിതാബ് വൽ ഹിക്മ വയുസക്കീഹിം, അതൊക്കെ റസൂലിൻ്റെ ദൗത്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വിശദീകരിച്ച് തരിക, പരിമിതപ്പെടുത്തുക, അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുക, എന്നിട്ടൊക്കെ നിയമങ്ങൾ നമുക്ക് റസൂലുള്ള ഉണ്ടാക്കി തരും. സൂറ നൂറിലെ തന്നെ ആയത്തിൽ അസാനിയത്ത് വസാനി, എല്ലാ വ്യഭിചാരിയും, വ്യഭിചരിക്കുന്ന എല്ലാ പുരുഷനും സ്ത്രീയും എന്നതാണ് ബാഹ്യമായിട്ട് നമുക്ക് തോന്നൽ അങ്ങനെയാണ്. പക്ഷെ അവിടെയും റസൂല് പരിമിതപ്പെടുത്തി അത് വിവാഹിതരായ സ്ത്രീകളെക്കുറിച്ചല്ല, അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചാണ്. അവർക്കാണ് 100 അടി ശിക്ഷ. വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് അത് സ്റ്റോണിംഗ് ആണ്, റജുമാണ് അവർക്കുള്ള ശിക്ഷ. ഇസ്ലാമിക ശരീഅത്തിൽ മാത്രമല്ല, തോറയിലൊക്കെ അത് തന്നെയാണ് ശിക്ഷ. തോറയിലും സ്റ്റോണിംഗ് ടു ഡെത്താണ് അവരുടെ ശിക്ഷ. ഡിട്രോണമിയിലെ 22 തൊട്ടിട്ട് 22-ലെ 1 തൊട്ടിട്ട് പിന്നെ അങ്ങോട്ട് സ്റ്റോണിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിയമങ്ങളാണ്. 22-ൻ്റെ 22-ൽ കൃത്യമായിട്ട് ഡിട്രോണമിയിൽ പറയുന്നത് ഇത് തന്നെയാണ്. വിവാഹിതനായ ആൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയും അതുപോലെ പെണ്ണിനുള്ള ശിക്ഷയും രണ്ടും റജ്മാണെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ തോറയിലൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇസ്ലാമിക ശരീഅത്തിലും എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമം, റസൂലുള്ളയാണ് ഖുർആനിൽ നിന്ന് നമുക്ക് നിയമം പഠിപ്പിക്കേണ്ടത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് സ്വഹാബികളിലൂടെയാണ്. കാരണം അവരാണ് പ്രവാചകൻ്റെ കൽപ്പനകളുടെ സ്വഭാവം നേരിട്ട് അവരാണ് നേരിട്ട് ഗ്രഹിച്ചവർ. അത് പ്രവാചകൻ കൽപ്പനാരൂപത്തിൽ പറഞ്ഞൊരു കാര്യം നിർബന്ധമാണോ അതോ വെറും ഒരു റെക്കമെൻഡേഷനാണോ എന്നൊക്കെ അവർക്കാണ്, അത് ആ സെൻസിൽ അവരാണ് അതിന് ഗ്രഹിച്ചത്. അപ്പോൾ റസൂല് വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത രീതിയിൽ ചെയ്ത സംഗതികളുണ്ടാകും. ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം, വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വഹാബികളുടെ അമലിൽ നിന്നാണ് ഏതാണ് അതിൽ നിലവിലുള്ളതെന്നും ഏതാണ് നിലവിലില്ലാത്തതെന്നും ഏതാണ് റസൂല് പൊതുവെ അഡോപ്റ്റ് ചെയ്തതെന്നും ഏതാണ് റസൂല് ചില കണ്ടീഷനിൽ മാത്രം അഡോപ്റ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളത് അവർക്കാണ് അറിയാവുന്നത്. ഈ സ്വഹാബികൾ പ്രവാചകൻ്റെ കാലത്തിന് ശേഷം, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഉമറിൻ്റെ കാലത്തിന് ശേഷം പേർഷ്യയും ബൈസൻ്റൈൻ്റെ ഭാഗങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സ്വഹാബികൾ പല നാടുകളിലേക്ക് പോയിട്ടുണ്ട്. ബസറ, കൂഫ, ഇങ്ങനെ തുടങ്ങി പല നാടുകളിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അവർക്ക് പ്രമുഖരായ ശിഷ്യന്മാരുണ്ടായിരുന്നു. കൂഫയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയായിരുന്നു അവിടുത്തെ ജനങ്ങളൊക്കെ അവലംബിച്ചിരുന്നത്. അദ്ദേഹത്തിന് അവിടെ അൽഖമ, ഇമാം ഷാബി അങ്ങനെയൊക്കെയുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. പിന്നീട് അവരുടെ ശിഷ്യരായിട്ട് വന്നതാണ് ഇബ്രാഹിമുൻ നഖിയും, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി. അപ്പോൾ ഓരോ നാട്ടിലും പോയ സ്വഹാബികൾ പ്രവാചകൻ എന്താണ് നിയമം പഠിപ്പിച്ചത് എന്നൊക്കെ അവിടെയുള്ള ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മദീനയിൽ സഈദ് ഇബ്നുൽ മുസയ്യബും സാലിം ഇബ്നു അബ്ദുള്ളയെ പോലെയൊക്കെയുള്ള പ്രമുഖരായ താബി പണ്ഡിതന്മാരുണ്ടാവുകയും മക്കയിലും അതുപോലെ കൂഫയിലും ബസറയിലൊക്കെ ഉണ്ട്. ബസറയിൽ ഹസനുൽ ബസരിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാവുകയും കൂഫയിൽ ഇബ്രാഹിം നഖിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ടായി. മദീനയിൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതരൊക്കെ ഉണ്ടായി. അവരുടെ ശേഷമാണ്, അല്ലെങ്കിൽ ഈ താബിയകൾക്ക് ശേഷം വന്ന ഇമാമുകളാണ് പിന്നീട് കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനങ്ങളൊക്കെ ക്രോഡീകരിച്ചത്. താബികൾ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെ ബാബുകളൊക്കെ തരംതിരിച്ചു എന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഹജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ പറയുന്നുണ്ട്. കാരണം ഓരോന്നും ഏതിൽ വരും. അപ്പം വിവാഹം, അതുപോലെ വിവാഹമോചനം ഏത് കാറ്റഗറിയാണ്? അത് കരാറാണ് വിവാഹം. അപ്പോൾ വിവാഹമോചനം
നേർച്ച പോലെയാണോ, അതിൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ബാബുകൾ, അതുപോലെ ഇബാദത്ത്, മുആമലാത്ത്, ഇതിൻ്റെയൊക്കെ കാറ്റഗറൈസേഷൻ, ഇത്തരത്തിലുള്ള ബേസിക് സ്ട്രക്ചറൊക്കെ പ്രൊവൈഡ് ചെയ്തത് താബിയകളാണ്. അവർക്ക് ശേഷം വന്ന ഇമാമുകളാണ് പിന്നെ കൃത്യമായ കർമ്മശാസ്ത്ര സരണിക്ക് രൂപം നൽകിയത്. അങ്ങനെ ചരിത്രത്തിൽ 4 സരണി രൂപപ്പെട്ടതാണ്. അതാരും സ്ക്രീൻ ഔട്ട് ചെയ്തിട്ട് 4 ആക്കിയതല്ല, അത് ഹിസ്റ്റോറിക്കലി അങ്ങനെ 4 ആയതാണ്. ഈ 4 കർമ്മശാസ്ത്ര സരണിയിലും വ്യഭിചാരത്തിൻ്റെ ശിക്ഷ അവിവാഹിതരായ ആളുകളാണെങ്കിൽ 100 അടിയും, വിവാഹിതരാണെങ്കിൽ റജമുമാണ്, സ്റ്റോണിങ് ടു ഡെത്താണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഖുർആൻ്റെ ആയത്തിലുള്ള കൽപ്പന നോക്കിയിട്ടല്ല, പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത് എന്ന് നോക്കിയിട്ടാണ്. പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്ന സ്വഹാബികൾ എന്താണ് മനസ്സിലാക്കിയത്, എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നുള്ളതാണ്. അത് മനസ്സിലാക്കുന്നത് താബികളും അവർക്ക് ശേഷമുള്ള ഇമാമുകളും അതിനെ എന്തായിട്ടാണ് മനസ്സിലാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ ഈ 3 നൂറ്റാണ്ടിലെ ഇജ്മാ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ 3 നൂറ്റാണ്ടിലെ ഇജ്മാ, പ്രവാചകൻ്റെ ശേഷം സ്വഹാബികളുടെ ഇജ്മാ, താബികൾ കണ്ടത്, സ്വഹാബികൾ ഭൂരിപക്ഷം എങ്ങനെയാണ് ചെയ്യുന്നതായിട്ട് താബികൾ കണ്ടിട്ടുള്ളത്, അതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൗലിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട, വാക്കാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആളുകൾ പൊതുവെ മദീനയിലേക്കുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത്, അതായിരുന്നു ഇമാം മാലിക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമാണം. മദീനയിലെ ആളുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത് പ്രവാചകനിൽ നിന്ന് പഠിച്ചതാണ് അവർ. അതിന് എതിരെ റിപ്പോർട്ടുകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് മദീനയിലെ അമലാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണം. അത് ആ രീതിയിൽ തന്നെയായിരുന്നു കൂഫയിലും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് തന്നെയാണ് അവർക്ക് പ്രമാണം. അപ്പോൾ ഈ രീതിയിൽ സ്വഹാബികൾ പഠിപ്പിച്ചത് താബികൾ മനസ്സിലാക്കിയത് ആണ് പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പോൾ അവരുടെ ഇജ്മാനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്, അവരുടെ ഇജ്മായിൻ്റെ ബേസിൽ, അവരുടെ കർമ്മശാസ്ത്രത്തിൻ്റെ അടിത്തറയുടെ ബേസിലാണ് പിന്നീട് ഓരോ സരണിയും ഡെവലപ്പായത്. ഓരോ പുതിയ പുതിയ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും അങ്ങനെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇതിന് വലിയൊരു ഇൻ്റർപ്രറ്റീവ് ട്രഡീഷൻ ഉണ്ട് എന്ന് ചുരുക്കം. ഏതെങ്കിലും ഖുർആൻ്റെ ആയത്തിൽ പറയുന്ന ഒരു നിയമം അപ്പാരൻ്റ്ലി നമുക്ക് തോന്നുന്നതല്ല നിയമം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ കാണുന്നതുമല്ല നിയമം. അതിനൊരു ലോങ് ഇൻ്റർപ്രറ്റീവ് ട്രഡീഷൻ ഉണ്ട്. അതിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 1400ഓളം വർഷം പഴക്കമുള്ള ഒരു ലോങ് ഇൻ്റർപ്രറ്റീവ് ട്രഡീഷൻ ഇസ്ലാമിനുണ്ട്. അതിലൂടെയാണ് നമ്മൾ എന്താണ് നിയമം എന്ന് പഠിക്കേണ്ടത്. പിന്നെ ഈ ആയത്തിൻ്റെ പ്രസക്തി നേരത്തെ പറഞ്ഞതുപോലെ നിയമം മാത്രമല്ല ഖുർആൻ്റെ ആയത്തുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഹിക്മത്തുകൾ അതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഇത് അഡ്വോക്കായിട്ട് പ്രവാചകൻ്റെ കാലത്ത് നിയമമായിട്ട് ഉണ്ടായിരുന്നതാണ്, ആദ്യകാലത്ത് ഉണ്ടായിരുന്നതാണ്. സൂറത്തു നൂർ അവതരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നിയമം ഇതായിരുന്നു. അപ്പം പ്രവാചകൻ്റെ സമയത്ത് അഡ്വോക്കായിട്ടുള്ള ഒരു നിയമം ഖുർആൻ നിലനിർത്തുന്നതിൽ കുറേ കാര്യങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പല രീതിയിലും പലർക്കും വെളിച്ചമാകുന്നതാണ്. ഈ സൂറയിൽ തന്നെ മറ്റൊരായത്തിൽ വല്ലാത്തി തഹാഫൂന നുഷൂസഹുന്ന, നിങ്ങൾ നുഷൂസ് ഭയപ്പെടുന്ന സ്ത്രീകളെ, ഭാര്യമാരെ, നിങ്ങളോട് ധിക്കാരം ഭയപ്പെടുന്ന, നിങ്ങളോട് അനുസരണക്കേട് കാണിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ, ഫഇലൂഹുന്ന, അവരോട് ഉപദേശിക്കണം, വഹ്ജുറുഹുന്ന, പിന്നെ അവരെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം, ഫിൽ മലാജിയായി, കടപ്പറകളിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യണം, വലരിബുഹുന്ന, അവരെ അടിക്കണം, ഫൈൻ അത്തഴനക്കും, അവർ നിങ്ങളെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ തബൂ അലൈന സബീൽ, അവർക്കെതിരെ നിങ്ങൾ പിന്നെ ഒരു മാർഗവും സ്വീകരിക്കരുത്, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കരുത്. ഈ ആയത്തിൽ വലരിബൂഹുന്ന, സ്ത്രീയെ അടിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിൽ ഭാര്യയെ അടിക്കാൻ സിവിയറായിട്ടോ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന രീതിയിലോ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പോലുള്ള ഒരടി അടിക്കാൻ അനുവാദമില്ല. പ്രവാചകൻ അടിക്കരുത് എന്നാണ് പഠിപ്പിച്ചത്. ഒരു സിവാക്ക് പോലെയുള്ള സാധനം കൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പ്രവാചകൻ്റെ നടപടിയിലൂടെയും
സ്വഹാബികൾ ഉൾക്കൊണ്ടത് എങ്ങനെയാണ് എന്നതിലൂടെയുമാണ്. ഒരു ചെറിയ ടൂത്ത് ബ്രഷ് കൊണ്ടുള്ള ചെറിയൊരു തട്ടൽ, അത് നമ്മുടെ സെൻസിൽ അത് അടിയല്ല. അപ്പം അതാണ് മാക്സിമം കൈക്കൊള്ളാവുന്ന നടപടി എന്നുള്ളതാണ്. സിവിയറായിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേദനയാകുന്ന രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മതിയത്ര കാളിയുടെ അടുക്കൽ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് അപേക്ഷിക്കാൻ. അപ്പോൾ ഖുർആനിൽ പറയുന്നത് ബാഹ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക ശരീഅത്തിലെ നിയമങ്ങൾ ആകണമെന്നില്ല. എങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നും അതെങ്ങനെയാണ് സബ്സിക്വൻ്റ് ജനറേഷൻ ഉൾക്കൊണ്ടത് എന്നും പിന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടും അതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടും ഒക്കെ ഉണ്ടായ മൊത്തം നമ്മുടെ ഡിസ്കോഴ്സ്, നമ്മുടെ ചരിത്രത്തിലുള്ള ലീഗൽ ഡിസ്കോഴ്സ് ഒരു നിയമം മനസ്സിലാക്കുന്നതിന് അറിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ പാരായണം ചെയ്ത രണ്ടാമത്തെ ആയത്തിനെ വിശദീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട് ശരീഅത്തിൻ്റെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിലെ ചില സവിശേഷതകളും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ദീർഘിച്ചത് കാരണം ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.